നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉടനെ അങ്ങെത്തും, അതും മാത്രം പറഞ്ഞാ മതി. അതിൽ കൂടുതൽ നീ ഒന്നും പറയാൻ നിക്കണ്ട. അവള് പറയുന്നത് കേൾക്കാനും നിക്കണ്ട, മനസ്സിലായോ? കോള് കട്ടായാലോ? സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ഇനിയും വിളിക്കും. മണ്ഡപത്തിലേക്കുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചല്ലേ? എല്ലാം ഒന്ന് നോക്കി കണ്ട് ചെയ്തോണേ. ഓ ആയിക്കോട്ടെ. ആ ആ ധനുഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി രാവിലെ വീട്ടിലേക്ക് പോയി കാണുന്നു. ഏയ്, ഞാൻ നാളെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അവിടുത്തെ കാര്യങ്ങളെല്ലാം അളിയനും ഇവന്റ് മാനേജ്മെന്റ് ടീംസ് നോക്കിക്കോളും. പോയാലും വൈകിട്ട് മഞ്ഞൾ കല്യാണത്തിന് വരണമല്ലോ. ഹലോ. ആ അതെ, ഇപ്പൊ തന്നെ തുടങ്ങിയോ മൈലാഞ്ചി കല്യാണമൊക്കെ? അത് ചെയ്തേ പറ്റൂ. ഇത് മൈലാഞ്ചി കല്യാണമൊന്നുമല്ല, അത് രാത്രി. ഇത് അതിനു മുൻപേ ഉള്ള ഇവിടെ മരുടെ അലങ്കോല പണി. ഇതാണ് വരൻ, പേരറിയാലോ, ധനുഷ്. എന്താണ് കൂട്ടുകാരുടെ കമന്റ്? നല്ലത് തന്നെയാണോ? ആ, നല്ലത് തന്നെയാ. ഇനിയിപ്പോ മോശം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. സർ, സാറെങ്ങോട്ടാ? മണ്ഡപത്തിലേക്കാണോ? അല്ല, ഓഫീസിലേക്ക്. ഓഫീസിലേക്കോ? എന്താ അങ്ങനെ ഒരു വാക്ക് ധനുഷ് കേട്ടിട്ടില്ലേ? അതല്ല. നീ ഇത് രാവിലെ എവിടേക്കാ? സച്ചിന് ഓഫീസിൽ എന്തോ അത്യാവശ്യ വർക്കുണ്ടല്ലോ. എന്താവശ്യമായാലും ഇന്ന് നീ പോകണ്ട. നാളെ നിന്റെ പെങ്ങളുടെ വിവാഹം. ഇന്ന് അതിന്റെ മുന്നോടിയായി മഞ്ഞൾ കല്യാണം പോലുള്ള ആഘോഷങ്ങൾ വേറെ. ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അതിനിടയ്ക്ക് നീ ഓഫീസിലേക്ക് പോയാൽ എങ്ങനാ? അച്ഛൻ പറഞ്ഞ ആഘോഷമൊക്കെ രാത്രിയല്ലേ? ഞാൻ അതിനു മുമ്പ് ഇങ്ങെത്തും. എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കല്ലേ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്? ഈ ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ? നിനക്ക് എന്താണ് പറ്റിയത്? എനിക്കൊന്നും പറ്റിയതല്ല. വ്യക്തിപരമായ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും കൂട്ടിക്കൊടുക്കരുതെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. നീ എന്തു പറഞ്ഞാലും ശരി, ഇന്ന് നീ പോകുന്നില്ല. അതെന്റെ തീരുമാനം. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലെങ്കിലും എന്റേതായ തീരുമാനമെടുക്കാൻ എന്നെ അനുവദിച്ചൂടെ? സച്ചേട്ടാ, ഇങ്ങനെ ഓഫീസിൽ പോണ്ടെന്ന് ഞാനും പറഞ്ഞതല്ലേ. അച്ഛന് നന്ദേണ്ണൊക്കെ പറഞ്ഞിട്ടും പോകുന്നത് ശരിയല്ല സച്ചേട്ടാ. എന്താ, എന്റെ തീരുമാനത്തിന് ഒരു വിലയുമില്ലേ? എല്ലാം അവരുടെ മാത്രം ഇഷ്ടം നടന്നാൽ എങ്ങനെയാ? എന്റെ സ്വന്തം കാര്യങ്ങളെങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചോട്ടെ. എടോ, ഞാനിവിടെ ഇല്ലെന്ന് കരുതി ഇവിടെ ഒന്നിനും ഒരു കുറവും വരാൻ പോകുന്നില്ല. പിന്നെ അവിടെ പറഞ്ഞതൊക്കെ ഒരു അലങ്കാരത്തിന് പറഞ്ഞതേ ഉള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നേരത്തെ വരാം. ഇനി ആളുകളുടെ മുമ്പില് എന്റെ അച്ഛനും ഏട്ടനും പെങ്ങളും ഒന്നും ചെറുതാവണ്ട. പോട്ടെ.
സാറ് ഇങ്ങോട്ടാ? എനിക്കിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കയറാനുണ്ട്. വിവേകാനന്ദ ഹോസ്പിറ്റലിലാണോ? ആ അതെ. സാറ് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. മോൾ എത്രയല്ല പഠിക്കുന്നേ? 5ാം ക്ലാസ്സില്. എനിക്ക് ഇവിടുന്ന് ഇടത്തേക്കാ തിരിയേണ്ടത്. ഞങ്ങക്ക് പോകേണ്ടത് വലത്തോട്ടാ. അപ്പോ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ. ആ ഇനിയിപ്പോ ഓട്ടോ കിട്ടുമല്ലോ. സാറ് വലത്തോട്ട് വണ്ടി തിരിക്കും. പോകേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു തരാം. നിന്നോട് വലത്തോട്ടല്ലാണ് വണ്ടി തിരിക്കാൻ പറഞ്ഞത്. തിരിക്കടാ. സാറ് വണ്ടി വലത്തോട്ട് തിരിച്ച്. ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞു തരാം. വണ്ടി എടുക്കണം. അർച്ചന, ഇത് നിന്റെ ഭാര്യയാണോ? ആ അതെ. ഉടനെ അങ്ങെത്തും, അത് മാത്രം പറഞ്ഞാ മതി. അതിൽ കൂടുതൽ നീ ഒന്നും പറയാൻ നിക്കണ്ട. അവള് പറയുന്നത് കേൾക്കാനും നിക്കണ്ട. മനസ്സിലായോ? കോള് കട്ടായാലോ? സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ഇനിയും വിളിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.